Hello friends, welcome to Branch Accounts Part 10. Today we are discussing journal entries and ledger posting relating to stock and data system. Journal entries. First one, for goods sent to branch or goods received from head office. ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് റിസീവ് ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രിയാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്. സ്റ്റോക്ക് ഒരു അസറ്റാണ്. അസറ്റിൻ്റെ ബാലൻസ് കൂടുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനാണിത്. അതുകൊണ്ടാണ് ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് എൻട്രി, ഫോർ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ഓർ ഗുഡ്സ് സെൻഡ് ടു അതർ ബ്രാഞ്ചസ്. ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യുകയോ ബ്രാഞ്ച് മറ്റ് ബ്രാഞ്ചുകളിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുകയോ ചെയ്താൽ എഴുതേണ്ട എൻട്രി എന്താണെന്ന് നോക്കാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ക്യാഷ് സെയിൽസ് മെയ്ഡ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ച് കസ്റ്റമേഴ്സിന് ഗുഡ്സ് കൊടുക്കുകയാണെങ്കിൽ, ക്യാഷ് സെയിൽസ് നടത്തുകയാണെങ്കിൽ എൻട്രി എന്താണെന്ന് നോക്കാം. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ക്യാഷ് സെയിൽസ് നടത്തുന്ന സമയത്ത് ബ്രാഞ്ചിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനാണ്. ബ്രാഞ്ചിൻ്റെ കൈവശമുള്ള സ്റ്റോക്ക് സെയിൽ നടത്തുന്ന വഴി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ബാലൻസ് ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്യാഷ് ഓർ ബാങ്കിനെ ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ക്രെഡിറ്റ് സെയിൽസ് മെയ്ഡ് അറ്റ് ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് സെയിൽസ് നടത്തി കഴിഞ്ഞാൽ എൻട്രി എന്താണ് എഴുതേണ്ടതെന്ന് നോക്കാം. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ക്യാഷ് സെയിൽസിൻ്റെ കേസിൽ നമ്മൾ ക്യാഷ് ഓർ ബാങ്കിനെയാണ് ഡെബിറ്റ് ചെയ്തിരുന്നത്. ഇവിടെ ക്രെഡിറ്റ് സെയിൽസിൻ്റെ കേസിൽ ക്യാഷ് ഓർ ബാങ്കിന് പകരമായിട്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഒരു അസറ്റാണ്. ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്ന വഴിയായിട്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കൂടുന്നു. അതുകൊണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് ബ്രാഞ്ചിൻ്റെ കൈവശമുള്ള സ്റ്റോക്ക് ബാലൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഫിഫ്ത്ത് എൻട്രി, ഫോർ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ബ്രാഞ്ച് സെയിൽസ് നടത്തിയിരിക്കുന്ന ക്രെഡിറ്റ് സെയിൽസ് നടത്തിയ കസ്റ്റമേഴ്സ് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എന്താണെന്ന് നോക്കാം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റ് സെയിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഗുഡ്സ് കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ബാലൻസ് കൂടുന്നു. അതുപോലെ തന്നെ
റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് ബാലൻസ് കൂടുന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ബാലൻസ് കുറയുന്നത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് എൻട്രി, ഫോർ ക്രെഡിറ്റിംഗ് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് ഡ്യൂ ടു സ്പോയിലേജ്, ലീക്കേജ് എക്സെട്ര ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്കിൽ ഷോർട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പല കാരണങ്ങൾ കൊണ്ട് ഷോർട്ടേജ് ഉണ്ടാകാം, സ്പോയിലേജ്, ലീക്കേജ് ഒക്കെ കൊണ്ട് ഷോർട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് നോക്കാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ബാലൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് കുറയുന്നത് കൊണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഷോർട്ടേജ് എന്ന് പറയുന്നത് ലോസാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ടേജ് ഉണ്ടാകുന്ന സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് P&L അക്കൗണ്ടിനെ ഇവിടെ ബ്രാഞ്ച് P&L അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നായിരിക്കും ഷോർട്ടേജ് ഉണ്ടാകുന്ന സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് റെക്കോർഡ് ചെയ്യുക. ഷോർട്ടേജ് ഉണ്ടാകുന്ന സ്റ്റോക്കിൻ്റെ ലോഡിംഗ് എമൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പോസ്റ്റ് ചെയ്യും. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലോഡിംഗ് എമൗണ്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അക്കൗണ്ടാണ്. നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ബ്രാഞ്ചിൻ്റെ കസ്റ്റമേഴ്സ് ബ്രാഞ്ചിനെ ക്യാഷ് തരികയാണെങ്കിൽ എന്താണ് എൻട്രി നോക്കാം. ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ഇവിടെ ബ്രാഞ്ചിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ക്യാഷ് റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയും. ബ്രാഞ്ച് ഡെറ്റേഴ്സ് തരാനുള്ള എമൗണ്ടിൽ നിന്ന് ക്യാഷ് കിട്ടുന്നത് കൊണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന അസറ്റിൻ്റെ ബാലൻസ് കുറയുന്നു. അതുകൊണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എൻട്രി, ഫോർ ഡിസ്കൗണ്ട് അലൗഡ്, അലവൻസസ്, ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് എക്സെട്ര. ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ് ഡിസ്കൗണ്ട് അലൗഡ്, അലവൻസസ് ടു ഡെറ്റേഴ്സ്, ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ഇവയൊക്കെ. ഇവ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളെല്ലാം ബ്രാഞ്ച് എക്സ്പെൻസുകളായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അവയെ ബ്രാഞ്ച് എക്സ്പെൻസസ് എന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. എക്സ്പെൻസുകൾ കൂടിയാൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബ്രാഞ്ച് എക്സ്പെൻസിനെ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന അസറ്റിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന എക്സ്പെൻസുകളാണ് ഡിസ്കൗണ്ട് അലൗഡ്, അലവൻസസ്, ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ഇവയൊക്കെ. ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്ന ഡെറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് ഇവ. ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് ഈ എക്സ്പെൻസുകൾ വഴിയായിട്ട് കുറയുന്നത് കൊണ്ടാണ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന അസറ്റിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എൻട്രി, ഫോർ ലോഡിംഗ് ഇൻ നെറ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്. നെറ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് മൈനസ് റിട്ടേൺസ് ആണ്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് മൈനസ് റിട്ടേൺസ് ആണ് നെറ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്. നെറ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിൻ്റെ ലോഡിങ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എല്ലാ ലോഡിങ്ങുകളും ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്നായിരിക്കും നമ്മൾ ലോഡിങ് റെക്കോർഡ് ചെയ്യാനായിട്ട് എഴുതുന്നത്. നെക്സ്റ്റ് എൻട്രി ഫോർ ക്ലോസിംഗ് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനുള്ള എൻട്രി എന്താണെന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് ഓർ ട്രേഡിംഗ് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് ഓർ ട്രേഡിംഗ് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ പർച്ചേസ് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. ട്രേഡിംഗ് കൺസേൺസ് ആണെങ്കിൽ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. മാനുഫാക്ചറിങ് കൺസേൺസ് ആണെങ്കിൽ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് എൻട്രി ഫോർ ലോഡിംഗ് ഇൻ ഓപ്പൺ സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ്, അതുപോലെ തന്നെ ഓപ്പണിങ്ങിലുള്ള സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് ബ്രാഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്, ബ്രാഞ്ചിലെത്തിയിട്ടില്ല, ബ്രാഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ്. ഓപ്പണിങ്ങിൽ ഉള്ള സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ലോഡിങ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയൊക്കെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലോഡിങ് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടാണ്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ലോഡിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അക്കൗണ്ട്. എല്ലാ ലോഡിങ്ങുകളും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ലോഡിങ് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. അതിലുള്ള എൻട്രിയാണ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് പോസ്റ്റിംഗ് വരും. ഓപ്പണിംഗ് സ്റ്റോക്കിന് ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എൻട്രി ഫോർ ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് അറ്റ് ദ എൻഡ്. ഫോർ ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ്, അതുപോലെ തന്നെ ഇയർ എൻഡിങ്ങിൽ സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി എന്താണെന്ന് നോക്കാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് റിസർവ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെയൊക്കെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ഡെബിറ്റ് സൈഡിലാണ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് ടു സ്റ്റോക്ക് റിസർവ് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്.
നെക്സ്റ്റ് എൻട്രി ഫോർ എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച് പെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസുകൾ ഹെഡ് ഓഫീസ് വഴി പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ എന്താണ് എൻട്രി എന്ന് നോക്കാം. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. എക്സ്പെൻസുകൾ ഡെബിറ്റ് ബാലൻസ് ആണ്. ബ്രാഞ്ച് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ബ്രാഞ്ചിൻ്റെ കൈവശമുള്ള ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷ് ഓർ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് എൻട്രി ഫോർ റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യുന്ന എൻട്രി എന്താണെന്ന് നോക്കാം. ഡിപ്രീസിയേഷനെയും ബ്രാഞ്ച് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. എക്സ്പെൻസിന് ഡെബിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു. അതുകൊണ്ട് ഫിക്സഡ് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് എൻട്രി ഫോർ ട്രാൻസ്ഫറിംഗ് ബ്രാഞ്ച് എക്സ്പെൻസസ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മളെല്ലാ കേസിലും സാധാരണയായിട്ട് എക്സ്പെൻസുകൾ ഇയർ എൻഡിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ബ്രാഞ്ച് എക്സ്പെൻസുകളും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ബ്രാഞ്ച് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ എൻട്രി എന്താണ് വരുന്നത് നോക്കാം. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് എക്സ്പെൻസസ് എന്ന് റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എൻട്രി ഫോർ ട്രാൻസ്ഫറിംഗ് ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ബ്രാഞ്ചിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി നമുക്ക് നോക്കാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ബ്രാഞ്ചിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ട്രാൻസ്ഫർ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഗ്രോസ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് എൻട്രി ഫോർ ട്രാൻസ്ഫറിംഗ് ഗ്രോസ് ലോസ് ഈഫ് എനി ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഗ്രോസ് ലോസ് ആണെങ്കിൽ എങ്ങനെയാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നോക്കാം. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഗ്രോസ് ലോസ് ആണെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് റെക്കോർഡ് ചെയ്യുന്നു. ഫോർ ട്രാൻസ്ഫറിംഗ് നെറ്റ് പ്രോഫിറ്റ് ഫ്രം ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബൈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതിയാണ്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ, അതായത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിനെയാണ്.
ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബാലൻസിങ് ഫിഗർ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നെറ്റ് ലോസിനെയാണ്. ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എന്താണെന്ന് നോക്കാം. ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ട്. ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ട് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. നെക്സ്റ്റ് എൻട്രി ഫോർ ട്രാൻസ്ഫറിങ് നെറ്റ് ലോസ് ടു ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ട്. നെറ്റ് ലോസ് ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്താണ് എൻട്രി എന്ന് നോക്കാം. ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ട്. ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ട്. ജനറൽ പ്രോഫിറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും നെറ്റ് ലോസ് റെക്കോർഡ് ചെയ്യുക. ടു ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ട് എന്നായിരിക്കും എഴുതുക. ഇനി അക്കൗണ്ടിൻ്റെ ഫോർമാറ്റുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. സ്റ്റോക്ക് അക്കൗണ്ട് അഥവാ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ടിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓപ്പണിംഗ് ബാലൻസുകൾ എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എൻട്രീസ് എല്ലാം ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ബാലൻസ് കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും. എന്നാൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും. ഇനി നമുക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡൗൺ. ടു ബാലൻസ് ബ്രോഡൗൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസിനെയാണ്. ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് റിസീവ് ചെയ്യുന്നതിൻ്റെ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് കൂടുകയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന എൻട്രിയാണ്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനാണ്. ബൈ ക്യാഷ് അക്കൗണ്ട് ക്യാഷ് സെയിൽസ് ആണ്. സെയിൽസ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഞ്ച് സ്റ്റോക്ക് കുറയും. ബൈ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നതാണ്. സെയിൽസ് ക്യാഷ് ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലും ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് കുറയുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റ് സെയിൽസ് നടത്തിയ ഗുഡ്സ് ഡെറ്റേഴ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്ന ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഗുഡ്സ് റിട്ടേൺ വരുമ്പോൾ ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ബാലൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ടു ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ട്. സർപ്ലസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സർപ്ലസ് സ്റ്റോക്കിൻ്റെ ലോഡിങ് റെക്കോർഡ് ചെയ്യുന്നതാണ്. സർപ്ലസ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. അതിൻ്റെ കോസ്റ്റ് പോർഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്
ബ്രാഞ്ച് പ്രൊവിഡൻസ് അക്കൗണ്ടിലേക്കാണ്. ലോഡിംഗ് പോർഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് പ്രൊവിഡൻസ് അക്കൗണ്ട്, കോസ്റ്റ് ഓഫ് ഷോർട്ടേജ്, അബ്നോർമൽ ലോസോ സ്റ്റോക്ക് ഷോർട്ടേജോ ഒക്കെ ഉണ്ടായാൽ അതിൻ്റെ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രാഞ്ച് പ്രൊവിഡൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ്. അതിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ്. അതുകൊണ്ടാണ് ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നു. ബൈ ബാലൻസ് ക്യാരി ഡൗൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസിനെയാണ്. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടും ഒരു അസറ്റ് അക്കൗണ്ടാണ്. ഓപ്പണിംഗ് ബാലൻസ് വന്നിരിക്കുന്ന ഡെബിറ്റ് സൈഡിലാണ്. ടു ബാലൻസ് ബ്രോ ഡൗൺ. ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റം ക്രെഡിറ്റ് സെയിൽസ് ആണ്. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഡെറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നായിരുന്നു ജേർണൽ എൻട്രി. ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ബൈ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. ബൈ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ഡെറ്റേഴ്സിൽ നിന്ന് ബിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ബിൽസ് റിസീവ് ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ്. ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു ഡെറ്റേഴ്സ് എന്നാണ് എൻട്രി വരുന്നത്. ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ഒരു ട്രാൻസാക്ഷനാണ്. ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയ ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻ ആകുന്നു അത്. അതുകൊണ്ടാണ് ടു ബിൽസ് റിസീവബിൾ ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ബിൽസ് റിസീവബിൾ ഡിസോണർ ആകുന്നതിൻ്റെ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് സെയിൽസ് റിട്ടേൺ, ക്രെഡിറ്റ് സെയിൽസ് നടത്തിയ ഗുഡ്സ് ഡെറ്റേഴ്സ് ബ്രാഞ്ചിലേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയുന്നു. ബൈ ബ്രാഞ്ച് എക്സ്പെൻസസ്, ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, അലവൻസസ് ടു ഡെറ്റേഴ്സ്, ഇവയൊക്കെ ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അവയൊക്കെ നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസസ് എന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ഡെറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നു. റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസിനെയാണ്. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. എക്സ്പെൻസസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ്. എക്സ്പെൻസസ് അക്കൗണ്ടിന് സാധാരണയായിട്ട് ഡെബിറ്റ് സൈഡിൽ മാത്രമായിരിക്കും പോസ്റ്റിങ്ങുകൾ വരുന്നത്. എക്സ്പെൻസസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കായിരിക്കും. ഡെബിറ്റ് സൈഡിൽ വരുന്ന എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട്, അലവൻസ് ടു കസ്റ്റമേഴ്സ് എക്സെട്ര. ക്യാഷായിട്ട് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന മറ്റ് എക്സ്പെൻസുകൾ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. റെൻറ്റ്, സാലറി, മറ്റ് എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ചെയ്തിരിക്കുന്നു.
ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. നെക്സ്റ്റ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ചിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അറിയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത ലോഡിങ്ങുകൾ മാത്രമായിരിക്കും ഈ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ള ഐറ്റംസിൻ്റെ എല്ലാ ലോഡിങ്ങുകൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും ലോഡിങ്ങുകൾ വരുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആയിരിക്കും. ഇനി നോക്കാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ലോഡിങ്ങിൻ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. അതിൻ്റെ ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ലോഡിങ് ഇൻ നെറ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് സർപ്ലസുകൾ റെക്കോർഡ് ചെയ്തിരുന്നത്. സ്റ്റോക്കിൻ്റെ സർപ്ലസ് റെക്കോർഡ് ചെയ്തിരുന്നത്. സർപ്ലസിൻ്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത P&L അക്കൗണ്ടിലേക്കാണ്. സർപ്ലസ് സ്റ്റോക്കിൻ്റെ ലോഡിങ് ട്രാൻസ്ഫർ ചെയ്തത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ്. ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് സർപ്ലസ് സ്റ്റോക്കിൻ്റെ ലോഡിങ് എമൗണ്ടാണ്. ഇനി ഡെബിറ്റ് സൈഡിൽ നോക്കാം. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലോഡിങ് ഇൻ ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്, ലോസ് ബൈ ഫയർ, ലോസ് ഇൻ ട്രാൻസിറ്റ്, ലോസ് ബൈ തെഫ്റ്റ്, വിൽഫറേജ്, നോർമൽ ആൻഡ് അബ്നോർമൽ ലോസ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ ഷോർട്ടേജ് അതുപോലെ അബ്നോർമൽ ലോസുകൾ ഒക്കെ റെക്കോർഡ് ചെയ്തിരുന്നത്. എന്നാൽ അതിൻ്റെ ലോഡിങ് റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. നെക്സ്റ്റ് ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇവിടെ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്തത്. എന്നാൽ അതിൻ്റെ ലോഡിങ് റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്, സർപ്ലസ്, ഷോർട്ടേജ് ഇവയുടെ ലോഡിങ്ങുകളാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നു. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ അഥവാ ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ബ്രാഞ്ചിൻ്റെ ഗ്രോസ് പ്രോഫിറ്റിനെയാണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് വന്നാൽ അല്ലെങ്കിൽ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അത് സൂചിപ്പിക്കുന്നത് ഗ്രോസ് ലോസിനെയാണ്. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പർപ്പസ്. ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുന്നത്
ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതാണ്. ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലോട്ടാണ്. ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഗ്രോസ് ലോസ് ആണ് വരുന്നതെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് എക്സ്പെൻസുകളും ലോസുകളുമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. ടോട്ടൽ ഓഫ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് അഥവാ ടോട്ടലാണ് നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്. സ്റ്റോക്ക് ഷോർട്ടേജ് ഒരു ലോസാണ്, അതിൻ്റെ കോസ്റ്റ് എമൗണ്ടാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്. എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്റ്റോക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റ് എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കാം. ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. കോസ്റ്റ് ഓഫ് സർപ്ലസ് സ്റ്റോക്ക്. സർപ്ലസ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ഗെയിന് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും ഗെയിൻസുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ബൈ ഇൻഷുറൻസ് ക്ലെയിം അക്കൗണ്ട്. ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്യുന്നതാണ്. ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്യുന്നത് ഇൻകമാണ്. അതുകൊണ്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഇനി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നു. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ, അഥവാ ബാലൻസ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിനെയാണ്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ട് ബാലൻസ് ഫിഗർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതിയിരിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ ബൈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ, അഥവാ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ഫിഗർ വരുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നെറ്റ് ലോസിനെയാണ്. ഈ ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ടാണ് ബൈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച്. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അനദർ ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കുന്നത്, ഇവയൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്നാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്നായിരുന്നു ജേർണൽ എൻട്രി. ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ട്രാൻസ്ഫർ ടു അനദർ ബ്രാഞ്ച്. ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയോ മറ്റ് ബ്രാഞ്ചുകളിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്താൽ റെക്കോർഡ് ചെയ്യുന്നത് ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ്. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നായിരുന്നു ജേർണൽ എൻട്രി. ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ലോഡിംഗ് ഇൻ നെറ്റ് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് ആണ്. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് മൈനസ് റിട്ടേൺസ് ആണ് നെറ്റ് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച്. ഇവിടെ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് എന്നെഴുതി ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നിവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നു. അക്കൗണ്ടിന് സാധാരണയായിട്ട് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ഫിഗർ വരുന്നത്.
ബാലൻസിങ് ഫിഗർ ട്രാൻസ്ഫർ ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ടിലേക്കോ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ ആണ്. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും. ക്യാഷ് ഒരു അസറ്റ് അക്കൗണ്ടാണ്. ടു ബാലൻസ് ബ്രോ ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ടു ഹെഡ് ഓഫീസ് റെമിറ്റൻസ് ഫ്രം HO ഹെഡ് ഓഫീസിൽ നിന്ന് ക്യാഷ് കിട്ടുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഹെഡ് ഓഫീസ് എന്നായിരിക്കും എൻട്രി വരുന്നത്. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ക്യാഷ് സെയിൽസ് നടക്കുന്നതിൻ്റെ എൻട്രിയാണ്. ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നായിരുന്നു എൻട്രി. ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്യാഷ് റിസീവ് ചെയ്തിരുന്നത് ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ്. ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്നായിരുന്നു എൻട്രി. ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ചിലെ ക്യാഷ് ബാലൻസ് കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനുകളാണ് വരുന്നത്. ഓപ്പണിംഗ് ബാലൻസ്, ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, ക്യാഷ് സെയിൽസ് വഴിയായിട്ട് കിട്ടുന്ന ക്യാഷ്, ഡെറ്റേഴ്സിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ക്യാഷ്, ഇവയൊക്കെയാണ് ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഹെഡ് ഓഫീസ് റെമിറ്റൻസ് ടു HO ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് ക്യാഷ് കൊടുത്താൽ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് ക്യാഷ് എന്നായിരിക്കും എൻട്രി വരുന്നത്. ബൈ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ബ്രാഞ്ച് എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നതാണ്. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് ക്യാഷ് എന്നായിരിക്കും എൻട്രി. ബ്രാഞ്ച് ക്യാഷിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനുകളാണ് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്യാഷിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബാലൻസ് ഫിഗർ വരുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. നെക്സ്റ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ബൈ ബാലൻസ് ബ്രോ ഡൗൺ ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഡിങ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതി ക്രെഡിറ്റ് സൈഡിലാണ്. ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഓഫ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ്. ടു ബാലൻസ് ക്യാരി ഡൗൺ ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അതിൻ്റെ ലോഡിങ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഈ ലോഡിങ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ആകെ 2 എൻട്രീസ് മാത്രമായിരിക്കും വരുന്നത്. ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്കും ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്കും. ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എമൗണ്ടുകൾ വരുന്നു. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും എമൗണ്ടുകൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നു. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിന് ബാലൻസുകൾ ഒന്നും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് അക്കൗണ്ട് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഫിക്സഡ് അസറ്റുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും. ടു ബാലൻസ് ബ്രോ ഡൗൺ ഫിക്സഡ് അസറ്റിൻ്റെ ബാലൻസ് കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും. സാധാരണയായിട്ട് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് ഡെബിറ്റ് സൈഡിൽ വരുന്ന അടുത്ത ഐറ്റം. ടു ബാങ്ക് അക്കൗണ്ട് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്.
അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നായിരിക്കും പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനുകളാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്നായിരിക്കും അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യുന്ന എൻട്രി ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ഫിക്സഡ് അസറ്റ് എന്നാണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. Thank you for watching this video.